ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ വൈകുന്നതിന് പിന്നാലെ രാജ്യത്തെ പല വിമാനത്താവളങ്ങളിലും വ്യാപക പ്രതിഷേധവുമായി യാത്രക്കാർ. ബംഗളൂരു വിമാനത്താവളത്തിൽ ഉൾപ്പെടെ യാത്രക്കാർ ഇൻഡിഗോ ജീവനക്കാരോട് തട്ടിക്കയറി. വിമാനത്താവളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഇൻഡിഗോ ജീവനക്കാരെ കാണാനില്ലെന്ന് യാത്രക്കാർ ആരോപിക്കുകയും ചെയ്തു. പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് രാജ്യവ്യാപകമായി 550-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിന്റെ ഭാഗമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സർവീസുകൾ റദ്ദാക്കുകയാണെന്നാണ് ഇൻഡിഗോ നൽകുന്ന വിവരം. വെള്ളിയാഴ്ച മുംബൈ വിമാനത്താവളത്തിൽ 118 വിമാനങ്ങളും, ബാംഗ്ലൂരിൽ 100 വിമാനങ്ങളും, ഹൈദരാബാദിൽ 75 വിമാനങ്ങളും, കൊൽക്കത്തയിൽ 35 വിമാനങ്ങളും, ചെന്നൈയിൽ 26 വിമാനങ്ങളും, ഗോവയിൽ 11 വിമാനങ്ങളും റദ്ദാക്കിയതായി വാർത്താ ഏജൻസിയായ PDA റിപ്പോർട്ട് ചെയ്തു. റദ്ദാക്കലുകൾ തുടർന്നേക്കുമെന്നാണ് വിവരം. അതിനിടെ അടുത്ത 2-3 ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് എയർലൈൻ അറിയിച്ചു. ഇൻഡിഗോ രാജ്യത്ത് പ്രതിദിനം ഏകദേശം 2300 സർവീസുകൾ നടത്തുന്നുണ്ട്. രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകളിൽ 60% ഇൻഡിഗോയുടേതാണ്. വ്യോമയാന മന്ത്രാലയവും DGCAയും ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചിട്ടുണ്ടെന്നും വിഷയം പരിശോധിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കുന്നതും സർവീസുകൾ കൃത്യസമയത്ത് പുനഃസ്ഥാപിക്കുന്നതും എളുപ്പമല്ലെന്ന് ഇൻഡിഗോ CEO പീറ്റർ എൽബോയ് ജീവനക്കാരോട് പറഞ്ഞു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതുക്കിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി മാനദണ്ഡങ്ങളുടെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളാണ് തടസ്സങ്ങൾക്ക് കാരണമെന്ന് ഇൻഡിഗോ DGCAയെ അറിയിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങളിൽ ഇളവ് നൽകണമെന്ന ആവശ്യവും കമ്പനി ഉന്നയിച്ചിട്ടുണ്ട്. 2ാം ഘട്ടം നടപ്പിലാക്കിയതിനു ശേഷം ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി എയർലൈൻ വ്യക്തമാക്കി. ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി മാനദണ്ഡത്തിൽ ഇൻഡിഗോ ഇളവും തേടിയിട്ടുണ്ട്. രാത്രി ലാൻഡിങ്ങിന് പൈലറ്റുമാർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലാണ് ഇളവ് തേടിയത്. ഇൻഡിഗോയുടെ ആവശ്യം പരിഗണനയിലാണ് എന്നാണ് DGCA വ്യക്തമാക്കുന്നത്. അടുത്ത 3 ദിവസം കൂടി സമാനമായിട്ടുള്ള പ്രതിസന്ധികൾ തുടരുമെന്നുള്ള സൂചനയുണ്ട്. ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയതാണ് ഇന്ത്യയുടെ പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി. പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഡ്യൂട്ടി ഷെഡ്യൂളുകൾ, രാത്രി ലാൻഡിംഗ് ക്രമീകരണം, പ്രതിവാര വിശ്രമ ചാർട്ടുകൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാന സർവീസ് ശൃംഖലകളിൽ ഒന്നായ ഇൻഡിഗോ പ്രതിദിനം 2200-ലധികം വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. പുതിയ റോസ്റ്റർ നിയമം അനുസരിച്ച് ഒരു പൈലറ്റിന് ഒരു നിശ്ചിത കാലയളവിൽ ചെയ്യാൻ കഴിയുന്ന രാത്രി ലാൻഡിങ്ങുകളുടെ എണ്ണം 6-ൽ നിന്ന് 2ആയി കുറച്ചിരുന്നു. രാത്രികാല പ്രവർത്തനങ്ങളെ ആശ്രയിക്കുന്ന വിമാന കമ്പനികൾക്ക് ഇത് തിരിച്ചടിയാവുകയായിരുന്നു. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശനമായ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉള്ളതിനാൽ വിമാന കമ്പനികൾ മുൻകരുതലുകളെടുക്കാൻ നിർബന്ധിതരായി. പുതിയ മാനദണ്ഡങ്ങളെല്ലാം എയർലൈനുകളിലും ബാധകമാണെങ്കിലും ഇന്ത്യയിലെ ആഭ്യന്തര വിമാനങ്ങളിൽ ഭൂരിഭാഗവും ഇൻഡിഗോയുടെ നിയന്ത്രണത്തിലായതിനാലാണ് കമ്പനിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായത്. റോസ്റ്ററുകൾ യഥാസമയം പുനർക്രമീകരിച്ചപ്പോൾ ജീവനക്കാരുടെ അപര്യാപ്തത തിരിച്ചടിയാവുകയായിരുന്നു.